രേഷ്മ CK വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ജാതിത്തോട്ടം എല്ലാവർക്കും സുപരിചിതമാണ്. അതെ, മണിച്ചേട്ടൻ്റെ കലാഭവൻ മണിയുടെ ആത്മസാന്നിധ്യമുള്ള ഇടം പാടിയിൽ നിന്നുള്ള കാഴ്ചകളാണിത്. 2025 മാർച്ച് 6 അദ്ദേഹത്തിൻ്റെ 9ാം ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള ഏതാനും കാഴ്ചകളും വിശേഷങ്ങളുമാണ് പുതിയ വീഡിയോയിൽ. തീർത്ഥാടനം പോലെ ചാലക്കുടിയിലേക്ക്. എൻ്റെ കൂടെയുള്ളത് പതിവ് പോലെ സുഹൃത്തും അധ്യാപകനുമായ നൗഷാദ് പാട്ടുകുളങ്ങരയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കൂടാതെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2025 മാർച്ച് മാസം 6-ാം തീയതി മലയാളികളുടെ പ്രിയങ്കരനായ കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷിക ദിനം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ചാലക്കുടി പുഴയോരത്താണ്. ഈ ചാലക്കുടി പുഴയെ കേരളക്കര മുഴുവൻ എത്തിച്ചതിൽ കലാഭവൻ മണി എന്ന അനുഗ്രഹീത കലാകാരന് വലിയ പങ്കുണ്ട്. മണിയുടെ ഓർമ്മകൾ നമ്മെ വിട്ടുപോകുന്നില്ല. ആ കറുത്ത മുത്തിനെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല തട്ടിലുള്ള ആളുകളും ഇന്ന് പാടിയിലേക്കും രാമൻ കലാപുരത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹീത കലാകാരൻ്റെ ജീവിതത്തിലേക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളിലേക്കും നമുക്കൊരു യാത്ര പോകാം. ആദ്യമായി മണിച്ചേട്ടൻ്റെ തറവാട്ട് വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. പിന്നെ ഒരു പാട്ടേന് നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോൾ മണിയുടെ ഒരു പാട്ടേന് കേൾക്കാത്ത സ്ഥലം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിലും മുരയിലൊക്കെ ഈ മണിയുടെ നാടൻ പാട്ട് എവിടെയെങ്കിലും കേൾക്കാൻ സാധിക്കണം. കലാഭവൻ മണി ഉപയോഗിച്ച ബൈക്കാണ് ഇരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭവനം, അദ്ദേഹം നിർമ്മിച്ച ഭവനം. ഇവിടെയാണ് അദ്ദേഹം ഭാര്യയ്ക്കും മകളോടൊപ്പം താമസിച്ചിരുന്നത്. 2016 മാർച്ച് 7 അദ്ദേഹത്തിന് മൃതശരീരം ഇവിടെ കൊണ്ടുവന്ന ദിവസം അന്നിവിടെ ഏകദേശം 1.5 ലക്ഷത്തിലധികം ആളുകൾ അദ്ദേഹത്തിന് മൃതദേഹം കാണാൻ പറ്റാതെ തിരിച്ചുപോയി. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മാർച്ച് 6 മരിച്ചു. 7-ാം തീയതി ഇവിടേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇവിടെ എല്ലാം മരത്തിൻ്റെ മുകളിലും വീടിൻ്റെ മുകളിലൊക്കെ ആളുകളായിരുന്നു. അന്ന് ഞാനിവിടെ ഒരു വിധത്തിലെത്തി. പുറത്ത് നിന്നു. അവസാനം ഗേറ്റൊക്കെ അടച്ചു. ജനബാഹുല്യം കൊണ്ട് ഗേറ്റ് തുറന്ന് ഇങ്ങോട്ടകത്ത് കടത്തിയെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കത്തിച്ചു തുടങ്ങിയിരുന്നു. അന്നെനിക്ക് കാണാൻ കഴിഞ്ഞില്ല. 2016 മാർച്ച് 7 സംഭവമാണ്. ആ മൃതദേഹം അടക്കം ചെയ്തത് ഇവിടെയാണ്. ഒൻപത് വർഷങ്ങൾക്ക് മുൻപ്, കാരണം മണിയെക്കുറിച്ച് എല്ലാവർക്കും ഞാൻ മണിച്ചേട്ടനെ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യനൊന്ന് നേരിട്ട് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. കാരണം ഭയങ്കര ഇഷ്ടമാണ്. എന്തോ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത ഒരു വല്ലാത്ത ഇഷ്ടവും ഒരു സ്നേഹവും ഞാനായിട്ടൊക്കെ എനിക്ക് കാണുന്നത്. ഞങ്ങൾ രണ്ടും ഞാനിപ്പോൾ അങ്ങനെ പറയല്ല, ഞങ്ങൾ രണ്ടുപേരുടെയും വന്ന വഴികൾ ഏകദേശമൊക്കെ സെമിനാരിറ്റി ഒരുപാടുണ്ട്. എല്ലാവരും വിഷമം ചോദിക്കുക, പിന്നെ കൂടെ വിഷമിപ്പിക്കണ്ടല്ലോ. ഞാൻ 28 വർഷം പ്രൊഫഷണൽ നാടകം കളിച്ചു. 73 സിനിമകളായി. അപ്പോൾ ഇത്രയും നാൾ കിട്ടാത്ത ഒരു വല്ലാത്ത, ലോകത്തൊരു സ്ഥലത്തും നമ്മൾ പറഞ്ഞാൽ ചിലർക്ക് അറിയും. അതുകൊണ്ടാണ് ലോകത്തൊരു സ്ഥലത്തും നാടക ഡയലോഗ് പറഞ്ഞ് വൈറലായ ഒരു മനുഷ്യനില്ല. ആ മനുഷ്യൻ ഞാനായിട്ട്. അത് മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളുടെ കാൽക്കലേക്കാണ് ഞാൻ ഈ ഡയലോഗ് വെക്കുന്നത്. ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, തന്ത 100 വയസ്സായി, അച്ഛൻ 100 വയസ്സായി നിൽക്കുന്ന സമയത്ത് പുള്ളി കിടക്കപ്പായ കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ മകൻ വന്ന് ചോദിക്കും, എന്തൊരു പായല്ല ബെഡ്, എന്താ പണി കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ, അല്ലടാ ഞാനങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ഒഴിച്ചില്ലെന്ന്? അദ്ദേഹം പറയില്ല ഒഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഒഴിച്ചു. നമ്മുടെ ഈ ബഷീരെല്ലാം കൂടെ ചുരുട്ടി അദ്ദേഹത്തിന് മൂക്കിൽ വെച്ച് ഇങ്ങനെ മണപ്പിക്കുമ്പോൾ മരുമകൻ അത് കണ്ടിട്ട് വന്ന് ചോദിക്കും, അച്ഛനെ കൊല്ലാനൊരുങ്ങാണോ ചോദിക്കുമ്പോൾ, കൊല്ലാനൊരുങ്ങാണോ എന്നുള്ള ചോദ്യം മകനൊരു ചെറിയ പ്രയാസമായിട്ട് മകൻ അച്ഛനോട് ഒന്ന് ക്ഷമ പറയുമ്പം അച്ഛൻ തിരിച്ചു പറയുന്നതാണ്,
സാരമില്ലടാവേ, സാരമില്ല. 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. പിച്ചാത്തിയാണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ദൈവാനം വരത്തില്ലേ. 101 കൊല്ലം തൂറിയ ചന്തിയല്ലേടാ, പിടിക്കുന്നിടത്തേക്ക് നിൽക്കുകയല്ലേടാ. ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലടാ. മുടിയാണ്ട് കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ തന്നെ കടിച്ചക്കി ചാകാതെ നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്നറിയാം. എന്നാലും അവനവന്റെ മലവും മൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ. എന്തോ ചെയ്യാനാന്ന് പറ. തമ്പുരാൻ മേലോട്ടൊന്ന് വിളിക്കണ്ടേ. മകളെ, അച്ഛനൊരു അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവൻ ഉണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നുണ്ടാകട്ടെ. നിങ്ങള് പോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ട് ആക്കും മക്കളെ. ചത്ത് കഴിയുമ്പോ എന്നെ എന്റെ കുട്ടനാട്ടിൽ കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. എന്റെ അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ, നിങ്ങളുടെ പെറ്റതള്ള ഉറങ്ങുന്ന മണ്ണല്ലേടി. അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ എന്ന. എന്തിനാ? അത്രേ ഉള്ളൂ. അപ്പം എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? എല്ലാ വർഷവും വരും. പിന്നെ അവിടെ നാട്ടിലെന്തെങ്കിലും നിങ്ങൾ സേവന പ്രവർത്തനം ചെയ്യാറുണ്ടോ? അവിടെ ഉണ്ട്. ആ, അപ്പം അത് ഇപ്പോൾ ആരെ ചെയ്യുക? അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ നിങ്ങളിപ്പോൾ ഈ സംഘത്തിൽ എത്ര പേരുണ്ട്? ഇപ്പം ഇങ്ങോട്ട് വന്ന് 30 പേരുണ്ട്. 15 പേര് വന്നില്ല, 14 പേരെ വന്നുള്ളൂ. 14 പേര് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കീപ്പേരി മാഷ നീലേശ്വരത്തു നിന്നാണ് വരുന്നത്. എല്ലാ വർഷം മുടങ്ങാറ് വരാറുണ്ടല്ലേ? ഒന്ന് അടിഞ്ഞ മണിച്ചേട്ടൻ്റെ മുഖമൊന്ന് കാണട്ടെ. അടിപൊളി. പൊട്ടും ചേലും ചെരിയും വെള്ളിനി കാണാനാ. ചാലക്കുടിയിലെ നോവുമിഴികളെ ആരു തുടയ്ക്കാനാ, ആരു തുടയ്ക്കാനാ. മഴയുടെ